ഈ പ്രേക്ഷകർക്ക് ലോകരക്ഷിതാവും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ. എൻ്റെ പേര് വർഗീസ് തോമസ്, റാന്നിയാണ് എൻ്റെ സ്വദേശം. ചില നാളുകൾക്ക് മുമ്പ് 2 വിദ്യാർത്ഥികൾ 12th ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ രാവിലെ ഒരു ബൈക്കുമായി കോളേജിലേക്ക് യാത്ര തിരിച്ചു. ആ ബൈക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ മാതാവ് പറഞ്ഞിരുന്നു, ബൈക്കും കൊണ്ട് ക്ലാസ്സിന് കടന്നു പോകരുത്. എങ്കിലും മാതാവിനെ അറിയിക്കാതെ ആ ഇരുചക്ര വാഹനവുമായി സുഹൃത്ത് വീട്ടിൽ നിന്നിറങ്ങി. കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനെയും കയറ്റി അതിവേഗം പുതിയൊരു ബൈക്ക് റേസിംഗ് സ്പീഡിലൂടെ റോഡിലേക്ക് ഇറങ്ങി ഏറ്റവും വേഗത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനേക കൂട്ടുകാരെയൊക്കെ വഴിയിൽ കണ്ടു, അഭിവാദ്യമൊക്കെ ചെയ്ത് വളരെ ഷൈൻ ചെയ്തുകൊണ്ട് ഈ വാഹനം ഓടിച്ച് മുന്നോട്ട് പോകുകയാണ്. അല്പം മുന്നോട്ട് പോയി വളരെ വേഗത്തിലായിരുന്നു. ഒരു നല്ല വളവ് വന്നു. ആ വളവിന് ഉദ്ദേശിച്ച നിലയിൽ സ്പീഡ് കുറയ്ക്കുവാനോ ബ്രേക്ക് ചവിട്ടുവാനോ കഴിഞ്ഞില്ല. സംഭവിച്ചത് നമുക്കറിയാം. അടുത്ത റബ്ബറിൻ്റെ തോട്ടത്തിലേക്ക് ബൈക്ക് സ്കിഡ് ചെയ്ത് 2 പേരും തെറിച്ചു വീണു. ഉടൻ തന്നെ ഒരളവിൽ അവർ ചാടി എഴുന്നേറ്റു. തിരിഞ്ഞും ചുറ്റും നോക്കി. അവർക്കറിയേണ്ട ഒരു കാര്യം, ഇത് ആരെങ്കിലും കണ്ടോ ഇല്ലയോ? കണ്ടെങ്കിൽ, കൂട്ടുകാരെങ്കിലും കണ്ടെങ്കിൽ ചമ്മലാണ്. അതുകൊണ്ട് ആരും കണ്ടില്ല എന്നവർക്ക് ഉറപ്പ് ലഭിച്ചു. കാലിനൊക്കെ വേദനയൊക്കെ ഉണ്ട് 2 പേർക്കും. അപകടം ഏതെല്ലാം നിലത്തിൽ പറ്റിയിട്ടുണ്ട്. പതിയെ ആ വാഹനം ബൈക്ക് തള്ളി റോഡിലേക്ക് കയറ്റി. പക്ഷെ ക്ലാസ്സിന് പോകാൻ കഴിയില്ല. ഉച്ചവരെയൊക്കെ വഴിയോരത്ത് അവിടെയും ഇവിടെയും ആരും കാണാതെ ഇരുന്നു. ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി വന്നു. അമ്മയോട് പറയാതെ വളരെ രഹസ്യമായിട്ട് 2 പേരും കാര്യങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ട് അവരവരുടെ വീട്ടിൽ കയറി ഉറങ്ങുവാൻ കിടന്നു. രാത്രിയായപ്പോൾ വേദനയൊക്കെ തുടങ്ങി. എന്നാൽ നേരം വെളുത്തപ്പോഴാണ് 2 പേരുടെയും യഥാർത്ഥ സ്ഥിതി വെളിച്ചത്ത് വന്നത്. 2 കൂട്ടുകാരുടെയും കാലിന് ഒളുക്ക് ബാധിച്ചു. അതിഭയങ്കരമായ വേദനയാണ്. കാല് നിലത്ത് തൊടാൻ കഴിയുന്നില്ല. എന്തായാലും അങ്ങനെ സംഭവിച്ചല്ലോ. മാതാപിതാക്കൾ 2 പേരെയും, ഒരാളെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് 2 സുഹൃത്തുക്കളെയും അടുത്തുള്ള ഒരു വൈദ്യൻ്റെ അടുത്തേക്ക് അയച്ചു. ആ നാട്ടുവൈദ്യൻ നല്ല എക്സ്പേർട്ടാണ്. ആ നാട്ടുവൈദ്യൻ 1ാമത്തെ ആളിനെ അകത്തേക്ക് വിളിച്ചു. അവൻ്റെ കാല് ഉളുക്കിയത് ഒന്ന് തടവിയിട്ട് അദ്ദേഹം വലിച്ച് ഒന്ന് നോർത്തു. എൻ്റെ അമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉച്ചത്തിൽ കരഞ്ഞു. അപ്പോൾ നമുക്കറിയാം പുറത്തു നിന്നവൻ്റെ ഗതി. അവന് ഈ വേദന സഹിക്കാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്ന് വിചാരിച്ചെങ്കിലും പോകാൻ പറ്റുമോ? എന്തായാലും അവൻ കാത്തിരുന്നു. 1ാമത്തവൻ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കാലൊക്കെ തിരുമി ബാൻഡേഡൊക്കെ ഇട്ട് പുറത്തേക്ക് വന്നു. 2ാമത്തെ ആൾ വന്നാട്ടെ. 2ാമത്തെ ആളും അകത്തേക്ക് കയറി ചെന്നു. അവനും കാലൊക്കെ കാണിച്ചു. ഡോക്ടർ വൈദ്യൻ വലിച്ചപ്പോൾ എന്ന് വേദനയൊക്കെ കാണിച്ചു. അവൻ്റെ കാലിൽ വൈദ്യൻ പിടിച്ചു കുടഞ്ഞു. യാതൊരു കുഴപ്പമില്ല, നീ രക്ഷപ്പെട്ടു, പൊയ്ക്കാട്ടെ എന്ന് പറഞ്ഞു. അവൻ പതിയെ ഒത്തി വേഗത്തിൽ മുറിക്ക് വെളിയിലേക്ക് വന്നു. 2 പേരും ഒരുമിച്ച് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആദ്യത്തോൻ അറിയേണ്ടത്, എടാ എനിക്കെന്തൊരു വേദനയായിരുന്നു, നിനക്കങ്ങനെ ഇല്ലേ? 2ാമത്തോൻ പറഞ്ഞു, മിണ്ടരുതേ, ആരോടും പറയരുതേ, ഞാനൊരു സത്യം പറയാമടാ. നോക്കിക്കേ, നമ്മുടെ 2 പേരുടെയും വലതുകാലാണ് ഉളുക്കിയത്. ഞാൻ വൈദ്യനെ കാണിച്ചത് എൻ്റെ ഇടതുകാലാടാ. എനിക്ക് ഈ വേദന സഹിക്കാൻ വയ്യായിരുന്നു. നമുക്കറിയാം എൻ്റെ പ്രിയമുള്ളവരെ, വലതുകാൽ കാണിച്ച് ചികിത്സ നേടിയവന് ഒരു 1.5 മാസം 2 മാസം ആയപ്പോൾ അവന് ലെഫ്റ്റ് റൈറ്റ് നന്നായിട്ട് നടന്നു പോകാൻ കഴിഞ്ഞു. എന്നാൽ തൽക്കാലം മറച്ചു വെച്ചവനോ തൽക്കാലം രക്ഷപ്പെട്ടു. എന്നാൽ അവൻ്റെ ആയുഷ്കാലം അവൻ ലെഫ്റ്റ് റൈറ്റ് പറയുമ്പോൾ 8-10 എന്നുള്ള ആ വേരിയേഷനിലൂടെയാണ് അവൻ നടന്നു പോകുന്നത്. ഇന്ന് രാവിലെ ഈ സംഭവകഥ ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെയുള്ള ഒളുക്കുകൾ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് യഥാർത്ഥമായിട്ടുള്ള വൈദ്യനെ കണ്ട് കൺസൾട്ട് ചെയ്ത് അതിന് ചികിത്സ നേടുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. നമ്മുടെ ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നമ്മെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കും എത്തിക്കുന്നത് അങ്ങനെയൊരു മനോഭാവമാണ്. ഇന്ന് 2017 മാർച്ച് മാസം 18-ാം തീയതി ശനിയാഴ്ചയാണ്. വാട്സപ്പിലൂടെ പ്രചരിക്കപ്പെട്ട ഒരു സന്ദേശം, അതിന് ആത്മീകരെന്ന് അഭിമാനിക്കുന്ന ചിലർ അത് റെക്കോർഡ് ചെയ്ത് വിട്ട ഒരു സന്ദേശമാണ്. അത് കണ്ട് ഇന്ന് രാവിലെ വളരെ മാനസിക വേദന ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ്
ഈ സന്ദേശം പ്രിയ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഒളിമ്പിക്സുകളും കായികമേളകളും ഒക്കെ നടക്കുമ്പോൾ, രാജ്യാന്തര തലത്തിൽ നടക്കുമ്പോൾ, അത് വളരെ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി അത് അനലൈസ് ചെയ്താണ് അതിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ, ഫലങ്ങൾ നൽകുന്നത്. അതിൽ ഒരു ട്രാക്ക് മാറിയാൽ, ചില വർഷങ്ങൾക്ക് മുമ്പ് ഷൈനി വിൽസൺ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ അത്ലറ്റ് ട്രാക്ക് മാറി ഓടുകയും 1-ാം സ്ഥാനത്ത് എത്തിയിട്ടും തൻ്റെ ആ സമ്മാനം നഷ്ടമാകുകയും ചെയ്ത ചരിത്രം പ്രായമുള്ള പ്രിയപ്പെട്ടവർക്ക് അറിയുവാൻ കഴിയും. ട്രാക്ക് മാറിയാൽ നമ്മുടെ സമ്മാനം നഷ്ടപ്പെടും. ഉത്തേജകം കഴിച്ചാൽ, കൂട്ടുചേർക്കപ്പെട്ടാൽ നമ്മുടെ സമ്മാനം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ മായമില്ലാത്ത, കലർപ്പില്ലാത്ത ഒരു ജീവിതം നാം നയിക്കേണ്ടിയിരിക്കുന്നു. ഏതു കാര്യത്തെയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി നാം കാണണം. ശരി ഏതാണ്, തെറ്റ് ഏതാണ് എന്ന് നാം തിരിച്ചറിയുവാൻ ഉള്ള ആഗ്രഹവും അത് മനസ്സിലാക്കുവാനുള്ള പരിശ്രമവും നമുക്ക് വേണം. എന്നാൽ ശരി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ശരി നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റുവാനായിട്ടുള്ള, അത് ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പാലിക്കപ്പെടുവാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് വാട്സപ്പിൽ വന്ന ആ ക്ലിപ്പ് കണ്ടപ്പോൾ കേരളത്തിലെ ഒരു ശവസംസ്കാര ശുശ്രൂഷയുടെ ആ രംഗമാണ് ആ വാട്സപ്പ് ക്ലിപ്പിലൂടെ വന്നത്. അതിൽ ഒരു സഹോദരി തൻ്റെ ഭർത്താവിൻ്റെ മരണക്കിടക്കയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷകൾ സഹോദരന്മാർ, പാസ്റ്റർമാർ, മറ്റു പ്രിയപ്പെട്ടവർ നയിക്കുന്നതിൻ്റെ ഒടുവിലായിട്ട് ആ സഹോദരി എഴുന്നേറ്റ് നിന്നുകൊണ്ട് മരിച്ചു കിടക്കുന്ന തൻ്റെ ഭർത്താവിന് ജീവൻ നൽകണം, അദ്ദേഹത്തെ ഉയർപ്പിക്കുവാൻ വേണ്ടി അതിശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് കാണുവാനായിട്ട് കഴിഞ്ഞത്. ആ സഹോദരിയുടെ പേര് അതിൽ വെളിപ്പെടുത്തുന്നുവെങ്കിലും അത് പറയുവാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. ഈ സമയത്ത് അനേക ദൈവദാസന്മാർ അതിൻ്റെ പിന്നിൽ അണിനിരക്കുകയും ആ സഹോദരിയുടെ പ്രാർത്ഥനയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത്, ഏറ്റവും ഒടുവിൽ അവതാരകൻ പറയുന്നത് ഏതാണ്ട് 45,000-ഓളം പ്രേക്ഷകർ ഇത് അന്ന് തന്നെ കണ്ടു കഴിഞ്ഞു. ആ സഹോദരിയുടെ വിശ്വാസം നമുക്കും ഉണ്ടാകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ അഭിവാദ്യത്തോട്, അദ്ദേഹത്തിൻ്റെ ആ ചലഞ്ച് എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തപ്പോൾ വളരെ ദുഃഖകരമെന്നേ പറയുവാൻ കഴിയുകയുള്ളൂ. അതിനൊരു മറുപടി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നൽകുവാൻ തക്കവണ്ണം ചുരുങ്ങിയ സമയത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് യാതൊരുവിധമായ മുൻവിധിയോടുകൂടി നാം എടുക്കരുത്. നാം എല്ലാം ഒരു സൃഷ്ടികർത്താവായ ഒരു ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മയെല്ലാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരേ ഒരു രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവാണ്. ദൈവം നിയമിച്ച സഭയും ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ലോകത്തിലെ ഏത് ഡിനോമിനേഷനുകളിൽ ഇരുന്ന ആരാധിക്കുന്ന, കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരായാലും യാതൊരു മുൻവിധിയുമില്ലാതെ ഈ സന്ദേശം കേൾക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വിനയമായി അത് ഓർപ്പിക്കുകയാണ്. തിരുവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും അപ്പോസ്തോലിക യുഗത്തിലും വീര്യപ്രവൃത്തികളും അത്ഭുത പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. അത് ലോകത്തിൻ്റെ മുമ്പിൽ അടയാളമായി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനായി ദൈവം അത് ഉപയോഗിച്ചു. തിരുവചനം ലോക ജനതയുടെ കരങ്ങളിൽ എത്തുന്നതിന് മുമ്പ് ദൈവസഭയുടെ ആ അടിസ്ഥാന കാലഘട്ടങ്ങളിൽ, വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും അടയാളങ്ങളും ആവശ്യമായിരുന്നു എന്നുള്ളത് തിരുവചനത്തിലൂടെ ആ സത്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ അപ്പോസ്തോലിക കാലഘട്ടത്തിനു ശേഷം ഈ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളുമുള്ള ആ വരങ്ങൾ ലഭിച്ച ആരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. പ്രാർത്ഥനയ്ക്ക് ഏത് കാലഘട്ടത്തിലും ജീവനുള്ള ദൈവം ഉത്തരം നൽകുന്നു. തൻ്റെ ഇഷ്ടപ്രകാരം നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിന് ഉത്തരം നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോസ്തോലിക കാലഘട്ടത്തിലും എന്നും ആ ദൈവം ജീവിക്കുന്ന ദൈവം തന്നെയാണ്. പ്രാർത്ഥനയ്ക്ക് തൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകുന്ന ദൈവമാണ്. എന്നാൽ മരിച്ചവരെ ഉയർപ്പിക്കുവാനായിട്ട് അപ്പോസ്തോലിക കാലഘട്ടത്തിന് ശേഷം ലോക ചരിത്രത്തിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ സത്യകരമായ ഒരു വസ്തുതയാണ്. അത് നാം കണ്ണടച്ചുകൊണ്ട് അവഗണിച്ച് കളയരുതേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഏത് കാലത്തും തുടരേണ്ട ആവശ്യമില്ല.
നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം താൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പ്രവാചകന്മാരാലും വിവിധ വീര്യപ്രവൃത്തികളിലൂടെ ഉറപ്പിച്ചു തന്ന ദൈവത്തിൻ്റെ വചനമാണ് ദൈവസഭയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നത്. അതിൻ്റെ അതിരുകൾ വിട്ടുകൊണ്ട് ട്രാക്ക് ലംഘിച്ചുകൊണ്ട് നാം ഓടിയാൽ തീർച്ചയായും നമ്മുടെ ഓട്ടവും അധ്വാനവും അത് വൃഥാവിലായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ആ വാട്സപ്പിലെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ആ സഹോദരിയുടെ ഭർത്താവിൻ്റെ മരണക്കിടക്കയിൽ വളരെ വേദനയോടുകൂടി ദുഃഖം ആ തളം കെട്ടി നിൽക്കുന്ന ആ അന്തരീക്ഷത്തിൽ ആ സഹോദരി ആ സമൂഹത്തിൻ്റെ നടുവിലെഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആ സഹോദരിയുടെ പ്രാർത്ഥന, തൻ്റെ ഭർത്താവ് ഉയർത്തെഴുന്നേൽക്കണം. ആ സഹോദരി പറയുന്നൊരു വിഷയമുണ്ട്, എൻ്റെ ഭർത്താവ് ഓട്ടം തികച്ചല്ല താൻ കടന്നുപോയത്, അതുകൊണ്ട് ഈ സഹോദരനെ മടക്കി വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ആ സഹോദരി അവിടെ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് ഓട്ടം തികച്ചല്ല കടന്നു പോയത്. അങ്ങനെയെങ്കിൽ കടന്നു പോകുന്ന ആളുകൾ ആരൊക്കെയാണ് ഓട്ടം തികച്ചത്, തികയ്ക്കാത്തത്, ആരുടെ ജീവൻ ഏത് സമയത്താണ് കൊടുക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുവാൻ ഈ സഹോദരിക്കോ നമുക്കോ അവകാശമുണ്ടോ? ജീവനെ തന്ന ജീവൻ്റെ നായകൻ ഓരോ വ്യക്തിക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ആ കാലഘട്ടം തൻ്റെ ജനന സമയത്തു തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നൊരു കാര്യമാണ് സർവജ്ഞാനിയായ ദൈവം. ആ ഓട്ടം തികച്ച് ആ കാലഘട്ടം ദൈവം തന്നിരിക്കുന്ന സമയം അത് ഏറ്റവും ഉത്തമമായി ഓടണമെന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അത് ഓടിയാലും ഇല്ലെങ്കിലും ദൈവം ആത്മാവിനെ തിരികെ വിളിക്കുമ്പോൾ, പ്രാണനെ തിരികെ വിളിക്കുമ്പോൾ ഇല്ലില്ല, തികച്ചില്ല എന്ന് പറയുവാൻ ലോകത്തിൽ ഒരു മനുഷ്യർക്കും അവകാശമില്ല. അപ്പോൾ തന്നെ ആ സഹോദരിയുടെ വേദനയുടെ നടുവിൽ തൻ്റെ ആഗ്രഹം നല്ലതാണെങ്കിലും തൻ്റെ ഉദ്ദേശത്തിൻ്റെ ലക്ഷ്യം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആ സഹോദരി തൻ്റെ ദുഃഖത്തിൻ്റെ ആഴത്തിൽ ചഞ്ചലപ്പെട്ടുകൊണ്ട് അങ്ങനെ ചെയ്തുവെങ്കിൽ ആ സ്ഥലത്ത് നൂറുകണക്കിന് ദൈവദാസന്മാരും വിശ്വാസികളും ആ സംസ്കാര ശുശ്രൂഷയിലുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് ഈ സഹോദരിയുടെ ആ ശുശ്രൂഷയെ അവർ അംഗീകരിക്കുകയും അതിന് ആമീൻ പറയുകയും ചെയ്യുന്നത്. തിരുവചനത്തിലേക്ക് നമുക്ക് വരാം. ഇത് അഭികാമ്യമായ ഒരു കാര്യമാണോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തിലുള്ള വിശ്വാസികളെ, ദൈവജനത്തെ ഓർപ്പിക്കുന്ന ഒരു കാര്യം നമുക്കൊന്ന് നോക്കാം. അതിന് 34 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിശുദ്ധന്മാരുടെ സർവ സഭകളിലുമെന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ വീട്ടിൽ ചെന്ന് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. 36-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടത് അല്ല, നിങ്ങൾക്ക് മാത്രമോ വന്നത്. 37-ാം വാക്യം, താൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ഇത് കർത്താവിൻ്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതെ ഇരിക്കട്ടെ. തിരുവചനം വളരെ ശ്രദ്ധയോടെ നാം വായിക്കുകയും കേൾക്കുകയും ചെയ്യണം. അതിനെ എങ്ങനെയെങ്കിലും വ്യാഖ്യാനിക്കരുത്. ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 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 സൺഡേ സ്കൂൾ കുഞ്ഞിനോട് ചോദിച്ച ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ആ കാര്യം മനസ്സിലാകും. ഒരു സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്ക് അവിടേക്ക് വിളിക്കപ്പെട്ട ആ ക്ഷണിതാവ് കുഞ്ഞുങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തിനൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ഉത്തരം പറയുമ്പോൾ യേസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം പറയണം. യേസ് ആണെങ്കിലും നോ ആണെങ്കിലും വചനത്തിൽ നിന്ന് അതിന് ഉത്തരം ലഭിക്കണം, റെഫറൻസ് നൽകണം. അദ്ദേഹം ചോദിച്ചു, മോഷ്ടിക്കുന്നത് യെസ് ഓർ നോ. അവരുത്തരം പറഞ്ഞു. വ്യഭിചാരം ചെയ്യുന്നത്, കള്ളസാക്ഷ്യം ചെയ്യുന്നത്, അങ്ങനെ ഒന്നൊന്നായിട്ട് കുഞ്ഞുങ്ങളുടെയും സമൂഹത്തിലുമുള്ള അനേക കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ ഉത്തരം നൽകി, കറക്റ്റായിട്ട് ഉത്തരം നൽകി. ഒടുവിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, പൂച്ചയുടെ വാലിൽ പിടിച്ച് വലിക്കുന്നത് ശരിയോ തെറ്റോ? കുഞ്ഞുങ്ങൾക്ക് വളരെ സംശയമുണ്ടായി.
യേസ് എന്ന് പറഞ്ഞാലും വേദപുസ്തകത്തിൽ ഉത്തരം കൊടുക്കണം, നോ എന്ന് പറഞ്ഞാലും റെഫറൻസ് കൊടുക്കണം. അവർ കൺഫ്യൂഷനായി. എന്നാൽ ഒരു മിടുക്കനായ മോൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അങ്കിൾ ഞാൻ പറയാം നോ. ആട്ടെ, അതിനെന്താണ് ബൈബിളിൽ ആധാരമായ റെഫറൻസ്? ആ മോൻ ഉത്തരം പറഞ്ഞു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. എൻ്റെ പ്രിയ പ്രേക്ഷകർക്കറിയാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് ആ വാക്യം പറഞ്ഞിരിക്കുന്നത്. പൂച്ചയുടെ വാലിനോടുള്ള ബന്ധത്തിൽ അല്ല. വിവേകമുള്ള ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലാകും. എന്നാൽ ഇന്ന് അനേകർ ദൈവവചനത്തെ ഇപ്രകാരം കൂട്ടിയോജിപ്പിക്കുകയാണ്. ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വിശുദ്ധന്മാരുടെ സർവ്വസഭായോഗങ്ങളിലും സ്ത്രീകൾ മിണ്ടാതെ ഇരിക്കട്ടെ. ഇവിടെ സഭായോഗങ്ങൾ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് വിശുദ്ധന്മാർ കൂടി വരുന്ന ഏതൊരു മീറ്റിങ്ങും, ഏതൊരു കൂടിവരവും, വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന, ഒന്നിലധികം വിശുദ്ധന്മാർ കൂടുന്ന ഏതൊരു കൂടിവരവും വിശുദ്ധന്മാരുടെ സഭായോഗങ്ങളാണ്. ആ സഭായോഗങ്ങളെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അങ്ങനെ കൂടി വരുന്ന സ്ഥാനത്ത് കീഴടങ്ങിയിരിപ്പാനല്ലാതെ സംസാരിക്കുവാൻ ആ സഭയിൽ എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒരു ശുശ്രൂഷ നയിക്കുവാൻ വിശുദ്ധന്മാരുടെ സഭയിൽ സ്ത്രീകളെ തിരുവചനം അനുശാസിക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് അതിന് അനുവാദം നൽകുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അടുത്തത് അവിടെ വായിക്കുന്ന 36-ാം വാക്യത്തിൽ, അങ്ങനെ ചെയ്യുന്നവരെ എന്ന് പറഞ്ഞാൽ ഈ തിരുവചനത്തിന് വിപരീതമായി എഴുന്നേറ്റ് സ്ത്രീകൾ സംസാരിക്കുകയും ശുശ്രൂഷകൾ ലീഡ് ചെയ്യുകയും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ പൗലോസ് ചോദ്യം ചെയ്യുകയാണ്. ശ്രദ്ധിക്കണേ, പൗലോസ് ചോദ്യം ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നത്, ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്നാണോ പുറപ്പെട്ടത്? അല്ല, നിങ്ങൾക്ക് മാത്രമാണോ വന്നത്? നിങ്ങൾ ഇങ്ങനെ തെറ്റായി ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ ദൈവവചനം എന്തുവാ, നിങ്ങൾക്ക് മാത്രം ലഭിച്ച വെളിപ്പാടാണോ? പൗലോസ് ചോദിക്കുകയാണ്. അതിനുത്തരം പൗലോസ് തന്നെ പറയുകയാണ് 37-ാം വാക്യത്തിൽ, താൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് പറയുന്നത് കൽപ്പനയാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ആ പ്രവചനമോ നിങ്ങൾക്ക് ലഭിച്ച വെളിപ്പാടോ അത് ദൈവികമല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ എൻ്റെ പ്രേക്ഷകർ ശ്രദ്ധിക്കണമേ, നമ്മൾ എന്തെങ്കിലും കാണിച്ചാൽ അത് ദൈവികമാകുമോ? ഞാൻ കാണിക്കുന്നതെല്ലാം ദൈവികമാകുമോ? ഇതെൻ്റെ അനുഭവമാണ്. ചിലപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ രോഗത്തിന് സൗഖ്യമുണ്ടായിരിക്കാം, തീർച്ചയായിട്ടും ഞാനും ആ കൂട്ടത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഏത് കാലത്തും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവജനത്തിൻ്റെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ തൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം ഇന്നും സൗഖ്യം കൽപ്പിക്കുന്ന ദൈവമാണ്. ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും തൻ്റെ ആവശ്യത്തിനനുസരിച്ച് ദൈവനാമം മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം ചെയ്യുവാൻ ശക്തനാണ്. ആ ദൈവത്തിൻ്റെ കഴിവ് കുറഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ അത് നാം ശരിയായ നിലയിൽ ഉൾക്കൊള്ളാതെ അതിരുകൾ ലംഘിച്ചുകൊണ്ട് നാം എഴുന്നേറ്റ് നിന്നാൽ, ഇവിടെ നാം കണ്ടത് ആ വാട്സപ്പ് സന്ദേശത്തിൽ ആ പിക്ചറിൽ നാം കണ്ടത് ഒരു സഹോദരി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ ജനത്തെ മുഴുവൻ നയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ വേദപുസ്തകം പറയുന്നത് സ്ത്രീകൾ സഭായോഗങ്ങളിൽ എഴുന്നേറ്റ് നിന്നോ അല്ലെങ്കിൽ പൊതുവായ ഒരു ശുശ്രൂഷ നയിക്കുവാൻ, ലീഡ് ചെയ്യുവാൻ ദൈവവചനം അനുശാസിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും സഭയെ നയിച്ചുകൊണ്ട് മറ്റുള്ളവർ ആമേൻ പറയത്തക്ക നിലയിൽ പ്രാർത്ഥിക്കുവാനും തിരുവചനം അനുശാസിക്കുന്നില്ല. ആ സഹോദരിയുടെ ഹൃദയവേദന ഏറ്റവും ദുഃഖജനമാണ്. തൻ്റെ ഭർത്താവിന് ജീവൻ ലഭിക്കണമെന്നുള്ള ആ ആഗ്രഹം ഏറ്റവും നല്ലതാണ്. പക്ഷേ ആ ആഗ്രഹത്തിന് മുമ്പിൽ താൻ ചെയ്യുന്ന പ്രവർത്തനം ട്രാക്ക് തെറ്റിയുള്ളതാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തിരുവചനം ഒരിക്കലും ദൈവദാസന്മാർ, ദൈവസഭ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ സഹോദരിമാർ അവിടെ ലീഡ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവവചനം അനുശാസിക്കുന്നില്ല. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാർക്ക് അതിന് ആമേൻ പറയുവാനും തിരുവചനം അനുശാസിക്കുന്നില്ല. അവിടെ നമുക്ക് 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭായോഗങ്ങളിൽ അങ്ങനെ തന്നെ സഹോദരന്മാരാണ്, പുരുഷന്മാരാണ് വിശുദ്ധ കൈകളെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്. സഭായോഗങ്ങളെ നയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് സഹോദരന്മാരാണ്. അപ്പോൾ അവിടെ നാം കാണേണ്ടത് ആ സഹോദരി, ആ
ആ സഹോദരി ആയിക്കൊള്ളട്ടെ, ഏതൊരു സഹോദരി ആയിക്കൊള്ളട്ടെ, വിശുദ്ധ സഭായോഗങ്ങളെ ലീഡ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ദൈവവചനത്തിന് വിപരീതമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. രണ്ടാമത്, നാം അവിടെ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ, തിരുവചനത്തിൽ നമുക്ക് ആധാരമായി ഉപദേശമായി പാലിക്കുവാനായിട്ട് താൻ പറയുന്ന സ്ഥാനത്ത് സഹോദരിമാർ മൂടുപടം ധരിച്ചിരിക്കണം. ദൈവ സാന്നിധ്യത്തിൽ ദൈവസഭയിലേക്ക് സഹോദരിമാർ കടന്നു വരുമ്പോൾ അവർ മൂടുപടം ധരിക്കണം എന്നുള്ളത് നാം കാണണം. മൂടുപടം എന്ന് പറയുന്നത് അതൊരു സിമ്പിളാണ്, ഒരു അടയാളമാണ്. നമുക്കറിയാം, സ്നാനം, വിശ്വാസികളായ പ്രിയപ്പെട്ടവർക്കറിയാം, സ്നാനം എന്ന് പറയുന്നത് ഒരു സിമ്പിളാണ്. എന്തിൻ്റെ സിമ്പിള്? കർത്താവായ യേശുക്രിസ്തു മരിച്ചതുപോലെ അവനോടൊപ്പം ഞാനും മരിച്ചു, അടക്കപ്പെട്ടു, ജീവൻ്റെ പുതുക്കത്തിൽ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പുതിയ ശക്തിയിൽ ഞാൻ മരണത്തിൽ നിന്ന് പുനരുദ്ധാനത്തിൻ്റെ ശക്തിയോടുകൂടി പുതിയ ജീവിതം നയിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള ഏകീഭാവൻ്റെ ആ ഭാവത്തിൻ്റെ അടയാളമാണ്, സിമ്പലാണ് സ്നാനം എന്ന് പറയുന്നത്. രണ്ട്, കർത്തൃമേശ അഥവാ തിരുവത്താഴം, അതൊരു സിമ്പലാണ്. കർത്താവായ യേശുക്രിസ്തു ദൈവജനത്തിന് നൽകിയ ഒരു അടയാളമാണ് അത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതും മറ്റൊന്നിൻ്റെ, ഒരു പൊരുളിൻ്റെ നിഴലാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തകർക്കപ്പെട്ട ശരീരത്തിൻ്റെയും അവൻ പാപമോചനത്തിനായി ഒഴുക്കപ്പെട്ട വിശുദ്ധ ആ പുണ്യാഹ രക്തത്തിൻ്റെയും ഓർമ്മയാണ് ഈ അപ്പവീഞ്ഞങ്ങൾ കാണിക്കുന്നത്, അടയാളമാണ്. അപ്രകാരം തന്നെ മൂടുപടം എന്ന് പറയുന്നതും ഒരു നിഴലാണ്, ദാറ്റ് ഇസ് എ സിമ്പലാണ്. എന്തിൻ്റെ സിമ്പൽ? അതിന് പിന്നിലൊരു വലിയ പൊരുളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. എന്താണ്? ഒരു സഹോദരി ദൈവിക ആധിപത്യത്തിന്, പുരുഷൻ്റെ ആധിപത്യത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ടാണ് ദൈവസഭയിൽ ആയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടയാളമാണ്. നാം ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിക്കുമ്പോൾ അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ. നമ്മുടെ ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്. നമുക്ക് നന്നായിട്ടറിയാം. എങ്ങനെയെങ്കിലും ഇഷ്ടം പോലെ ഒക്കുന്നത് പോലെ അല്ല ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ. സൃഷ്ടിപ്പിൽ 1-ാം ദിവസം സൃഷ്ടിച്ചു, 2-ാം ദിവസം അതിന് ശേഷമുള്ളത്, 3-ാം ദിവസം അതിന് ശേഷമുള്ളത്, 4-ാം ദിവസം അതിന് ശേഷമുള്ളത്, 5-ാം ദിവസം അതിന് ശേഷമുള്ളത്, 6-ാം ദിവസം ഒടുവിലായിട്ട് ജീവജാലങ്ങളിൽ മനുഷ്യനെ സകലത്തിൻ്റെയും മുകുടമായി ദൈവം സൃഷ്ടിച്ചു. 7-ാം ദിവസം ഒരു മാതൃക എന്നുള്ള നിലയിൽ ആ സ്വസ്ഥത ആചരിക്കുകയും ചെയ്തതായി നാം കാണുന്നു. നമ്മുടെ ദൈവം ചെയ്യുന്നത് എല്ലാത്തിനും ഒരു ഓർഡറുണ്ട്. സൃഷ്ടിപ്പിൽ നാം വായിക്കുന്നു, ദൈവം തല, ആ തലയ്ക്ക് കീഴെ ക്രിസ്തു, ക്രിസ്തുവിന് കീഴെ പുരുഷൻ, പുരുഷന് കീഴെ സ്ത്രീ, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. ദാറ്റ് ഇസ് എ ഓർഡർ. ദൈവം വെച്ചിരിക്കുന്ന ഓർഡറാണ്, ലോകത്തിലെ ഒരു മനുഷ്യൻ്റെയും ക്രമമല്ല. ഈ ക്രമം തെറ്റിക്കുവാൻ ഒരു വ്യക്തിക്ക് പോലും ദൈവം അവകാശം കൊടുത്തിട്ടില്ല. ഈ ട്രാക്ക് തെറ്റിച്ചുകൊണ്ട് നാം യുദ്ധം ചെയ്താൽ, നാം ഓട്ടമോടി മുന്നേ വന്നാൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് കിരീടം പ്രാപിക്കുമോ? ദൈവം ഈ ഓട്ടത്തിന് സമ്മാനം തരുമോ എന്നുള്ളത് മനസ്സിലാക്കണം. സ്ത്രീകൾ മൂടുപടം ധരിച്ചിരിക്കണം. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. തിരുവചനം പഠിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് പഠിക്കണമേ എന്ന് വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. എന്നാൽ ഈ മൂടുപടം ധരിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ദൂതന്മാർ നിമിത്തം സ്ത്രീകൾക്ക് അധീനതാലക്ഷ്യം ഉണ്ടാകാതിരിക്കാൻ തലയിൽ മൂടുപടം ധരിക്കണം. ഇതെന്താണ്? എന്താ മനസ്സിലായതും കൊണ്ട്? പ്രിയമുള്ളവരെ, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ, ഒരു സ്ത്രീ തലയിൽ മൂടുപടം ഇടുമ്പോൾ അവൾ തൻ്റെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്നു. ഇനിയും ഭർത്താവില്ലാത്തൊരു സ്ത്രീ ആണെങ്കിലും, ഒരു യൗവനക്കാരി ആണെങ്കിലും, അവൾക്ക് വിവാഹം കഴിഞ്ഞവൾ അല്ലെങ്കിലും അവൾ മൂടുപടം ഇടണം. എന്തിനാണ്? ഭർത്താവിന് കീഴടങ്ങി എന്നുള്ളതല്ല, ദൈവം വെച്ചിരിക്കുന്ന ദൈവിക വ്യവസ്ഥയ്ക്ക്, പുരുഷന്മാർക്ക് അവൾ സഭയിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഒരു സഹോദരി തലയിൽ മൂടുപടം ഇടുന്നു, മറ്റൊരു സഹോദരി ഇടാതെ ഇരിക്കുന്നു. ഇപ്പോൾ സഭയിൽ നടക്കുന്നത്, ദൈവാത്മാവ് വെളിവായി തന്നിരിക്കുന്ന ഈ കാര്യങ്ങൾ ദൈവസഭയിലൂടെ പാലിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ കർത്താവ് കുനിഞ്ഞു നോക്കുകയാണ്. നാം അവിടെ വായിക്കുന്ന ഇബ്രായ ലേഖനത്തിൽ ദൂതന്മാരും കുനിഞ്ഞു നോക്കുന്നു. എന്ത് കാണുവാൻ വേണ്ടി? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ സമ്പാദിച്ച ഈ ദൈവസഭയുടെ മർമ്മം ദൂതന്മാർക്ക് വെളിപ്പെട്ടിരുന്നില്ല. അത് സഭയിൽ പൂർത്തീകരിക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിലിരുന്നു കൊണ്ട് ആ താഴേക്ക് കുനിഞ്ഞു നോക്കുമ്പോൾ ദൂതന്മാരും കുനിഞ്ഞു നോക്കുകയാണ്.
ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ വചനം പാലിക്കുന്ന സഹോദരന്മാർ സഭയിലുള്ളപ്പോൾ ആ ദൂതന്മാർ ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അവർ നന്ദിയോടെ വാഴ്ത്തുകയാണ്. അതേസമയം അതിൻ്റെ മറുവശം, ഒരാൾ അത് ലംഘിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ടു ദൈവവേദനായി എന്ന് പറയുന്ന ഒരാൾ അത് ലംഘിക്കുമ്പോൾ, അവിടെ ദൂതന്മാരുടെ മുമ്പിൽ ദൈവനാമം എത്രമാത്രം അപമാനിക്കപ്പെടുകയാണ് എന്നുള്ളത് നാം മറക്കരുത്. നമുക്ക് സേവകാത്മാക്കളായി ദൈവദൂതന്മാരെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം ചെയ്യുമ്പോൾ, ഈ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവിക ശുശ്രൂഷകൾ നാം ചെയ്യുമ്പോൾ ചട്ടപ്രകാരം മാത്രമേ നാം ഓടാവൂ. ചട്ടപ്രകാരം പോരാടുന്നില്ലെങ്കിൽ നമുക്ക് കിരീടമില്ല എന്നുള്ളത് നാം വായിക്കണം. നാം ചെയ്യുന്നത് അതിന് വിപരീതമാണെങ്കിൽ എത്ര ദുഃഖകരമായ ഒരു കാര്യമാണ്. മരിച്ചു കിടന്ന തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലുള്ള പ്രാർത്ഥനയുടെ ഉദ്ദേശം എങ്ങനെയാണെന്ന് നാം ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വർഗത്തിലേക്ക് പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും. എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി എൻ്റെ നാമത്തിൽ പിതാവിനോട് യാചിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അത് അൺചേഞ്ചിങ് പ്രോമിസാണ്. ആ പ്രോമിസ്, വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഭർത്താവ് മരിച്ചു കിടക്കുന്നത് അത് ദൈവനാമമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഈ ഭർത്താവ് മരിച്ചത്. ഈ ഭർത്താവ് മരിച്ചത് മൺമറഞ്ഞ് തൻ്റെ ഓട്ടം കഴിഞ്ഞ് ഈ ലോകവാസം അവസാനിച്ച് മണ്ണിൽ ലയിച്ചു ചേരണമെന്നുള്ളത് ദൈവിക വ്യവസ്ഥയാണ്. ഇവിടുത്തെ വാക്യം ഓർക്കണം, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവഹിതപ്രകാരം നാം എന്തെങ്കിലും യാചിച്ചാൽ, ഇവിടുത്തെ യാചന എന്ന് പറയുന്നത് മരണത്തിന് വിധേയമാക്കിയ ദൈവത്തിൻ്റെ ഹിതത്തെ, ദൈവത്തിൻ്റെ അധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തന്നെ തിരുവചനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാം എന്ന് പറഞ്ഞാൽ അത് പോകുമെന്നാണ് തിരുവചനം പറയുന്നത്. ഈ സഹോദരി പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, സഹോദരന്മാരെ, ജീവിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു പരാതിയുമില്ല. അപ്പോൾ തന്നെ ആ പ്രാർത്ഥനയുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കും. അവിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ്. താൻ ആ സഹോദരന്മാരുടെ സഭയുടെ മുമ്പിൽ ഒരു തലയിൽ മൂടുപടം പോലും ഇടാതെ, ദൈവിക പ്രമാണങ്ങൾ പാലിക്കപ്പെടാതെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന സ്വർഗം കേൾക്കുമോ, അതിന് ഉത്തരം നൽകുമോ എന്നുള്ളത് എൻ്റെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ചിന്തിക്കണം. എൻ്റെ പ്രിയരെ, നാം എന്തു ചെയ്താലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം ചെയ്യണം. നാം തിരുവചനപ്രകാരം പോരാടണം, ചട്ടപ്രകാരം പോരാടണം. ദൈവത്തിൻ്റെ മക്കൾക്ക് ജീവിതത്തിൽ പാലിക്കുവാനായി തിരുവചനം നമ്മുടെ കരങ്ങളിലേക്ക് എഴുതപ്പെട്ട് നൽകിയിട്ടുണ്ട്. ആ വചനത്തിന് പുറത്ത് ദൈവത്തിൻ്റെ യാതൊരു വെളിപ്പാടുമില്ല, ദൈവത്തിൻ്റെ യാതൊരു ഇഷ്ടവുമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം മുഴുവൻ തിരുവചനത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ കരങ്ങളിൽ നൽകിയിട്ടുണ്ട്. ആ വചനമാണ്, അത് പ്രമാണിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നാം അത് തിരിച്ചറിയണം. ഒന്നുകൂടെ പറയട്ടെ, ചട്ടപ്രകാരം നാം പോരാടുന്നില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല, മറിച്ച് അത് ദൈവനാമത്തെ ദുഷിക്കുകയാണ്. ആദ്യം പറഞ്ഞ ആ യുവാക്കന്മാരുടെ ഉദാഹരണത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. ബൈക്കിൽ നിന്ന് വീണ രണ്ടുപേരിൽ ഒരാൾ തൻ്റെ വലതുകാൽ ഒളുക്കിയത് ചികിത്സ നേടി, തൻ്റെ ആ രോഗം താൻ അറിഞ്ഞ് അതിന് ചികിത്സ നേടി. മറ്റവനോ അത് മറച്ചു വെച്ചു. അതിൻ്റെ പരിണിതഫലം രണ്ടുപേരും അനുഭവിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. ഇതുതന്നെയാണ് ഈ ആത്മീക സന്ദേശത്തിലൂടെ എനിക്ക് പറയുവാനുള്ളത്. ജീവൻ്റെ വഴി പ്രേക്ഷകർ പോരാടുന്നത് ദൈവവചന പ്രകാരമാകണം. സമയം നാം തക്കത്തിൽ ഉപയോഗിക്കണം. എന്തെങ്കിലും പ്രമാണിച്ചുകൊണ്ട് ഏതെങ്കിലും നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. നാം കാണിക്കുന്നത് കേവലം കോക്കാമ്പീച്ചകളാണോ, ദൈവനാമത്തിന് അപമാനമാണോ ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും പേരിൽ നാം കാണിച്ചു കൊണ്ടിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ടവരും എന്ന് അഭിമാനിക്കുന്നവരും രക്ഷിക്കപ്പെടാത്തവരും മറ്റ് നാനാജാതി മതസ്ഥരും ഒക്കെ ഇന്ന് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ നമുക്ക് സത്യത്തിലേക്ക് മടങ്ങി വരാം. നമ്മൾ സത്യത്തിൻ്റെ സാക്ഷികളാണ്. ആ സത്യത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നമ്മുടെ ഓട്ടക്കളത്തിൽ ശരിയായ കിരീടം പ്രാപിക്കുവാനായിട്ട് നമുക്ക് പോരാടാം, നമ്മുടെ ഓട്ടം ഓടാം. ഈ ജീവൻ്റെ വഴി ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ബഹുമാന്യ പ്രേക്ഷകർക്ക് സ്വർഗത്തിലെ ദൈവം സകലവിധ അനുഗ്രഹവും അതിനുവേണ്ടി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിനെ ഞാൻ ചുരുക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.